നമസ്കാരം. ആത്മീയതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളൊരാശയമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ശ്രീ അരവിന്ദന്റെ യോഗസമന്വയം എന്ന ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്ന ഈ ഭൂമിയിൽ തന്നെ ഒരു ദിവ്യജീവിതം എങ്ങനെ സാധ്യമാക്കാം എന്ന ആഴത്തിലുള്ള കാഴ്ചപ്പാടുകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈയൊരു യാത്ര. നിങ്ങളും ഒരുപക്ഷേ ഇത് ചിന്തിച്ചിട്ടുണ്ടാകും, അല്ലേ? ആത്മീയത എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് എല്ലാം ഉപേക്ഷിച്ച് ഈ ലോകത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം വിട്ട് എവിടെയെങ്കിലും മാറി ജീവിക്കുന്നൊരു ചിത്രമാണ്. പക്ഷേ ശരിക്കും അതുമാത്രമാണോ വഴി? പലപ്പോഴും ഈയൊരു ചിന്ത കാരണം നമ്മളിൽ പലരും ആത്മീയതയിൽ നിന്ന് കുറച്ചൊന്ന് അകന്നു നിൽക്കാറുമുണ്ട്. ശരി, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഡെയിലി ലൈഫും നമ്മുടെ ആത്മീയമായ ലക്ഷ്യങ്ങളും തമ്മിൽ എപ്പോഴും ഒരു വടംവലി നടക്കുന്നുണ്ട്. ഒരേ സമയം പെർഫെക്റ്റ് ആകാനും ഈ ലോകത്ത് ജീവിക്കാനും ശ്രമിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ആ അടിസ്ഥാനപരമായ പ്രശ്നം അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. പൊതുവേ നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ഈ ലോകം മായയാണ്, ഇവിടെയൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് ഈശ്വരനെ തേടിപ്പോകുന്ന സന്യാസിയുടെ വഴി. അല്ലെങ്കിൽ ഈ കാണുന്ന ലോകം മാത്രമാണ് സത്യം, ആത്മീയത എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എന്ന് വിശ്വസിക്കുന്ന ഭൗതികവാദിയുടെ വഴി. ഈ രണ്ട് വഴികൾ നോക്കിയാലും ജീവിതവും ആത്മീയതയും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ് കാണാമല്ല. എന്നാൽ ഇവിടെയാണ് ശ്രീ അരവിന്ദൻ ഒരു മൂന്നാമത്തെ വഴി നമുക്ക് മുന്നിൽ തുറന്നുതരുന്നത്. ഒരു വിപ്ലവകരമായ ആശയം. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല, മറിച്ച് ഈ ജീവിതത്തെ തന്നെ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെ തന്നെ ഒരു മാറ്റത്തിനുള്ള കളറിയായി ഉപയോഗിക്കുക. ഇതൊരു പുതിയ കാഴ്ചപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഈ കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ ശരീരം ഒരു തടവറയല്ല, ഈ ഭൗതിക ലോകം നമ്മളെ കുടുക്കാനുള്ളൊരു കെണിയുമല്ല, നേരെ മറിച്ച് ഒരു ദിവ്യമായ ജീവിതം പടുത്തുയർത്താനുള്ള അടിത്തറയും അസംസ്കൃത വസ്തുക്കളുമാണിതെല്ലാം. നമ്മുടെ ഈ സാധാരണ ജീവിതത്തെ തന്നെ ദൈവികമാക്കി മാറ്റുക, അതാണ് യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ ശ്രീ അരവിന്ദൻ പറയുന്നതെന്താണെന്നറിയോ? ഈ പ്രയാസങ്ങളെല്ലാം ശരിക്കും നമുക്കുള്ള അവസരങ്ങളാണ്. അവ നമ്മളോട് ഓടിപ്പോകാൻ പറയുകയല്ല, മറിച്ച് ഇവിടെ തന്നെ നിന്ന് നേടേണ്ട വലിയ വിജയങ്ങളിലേക്കുള്ള വഴികാട്ടികളാണ്. ഓക്കെ, അപ്പോൾ ഈ മാറ്റം, ഈ പരിവർത്തനം എങ്ങനെയാണ് സംഭവിക്കുക? വെറുതെ വിചാരിച്ചാൽ മതിയോ? അല്ല. ശ്രീ അരവിന്ദൻ ഇതിനെ കാണുന്നത് പ്രകൃതിയുടെ തന്നെ പരിണാമ പ്രക്രിയയുടെ ഒരു തുടർച്ചയായിട്ടാണ്. പ്രകൃതിയുടെ പരിണാമത്തെ നമുക്ക് സിമ്പിളായി 3 സ്റ്റെപ്പുകളായി കാണാം. ആദ്യം പ്രകൃതി ഭൗതികമായ ശരീരമുണ്ടാക്കി. പിന്നീട് അതിൽ നിന്ന് മനസ്സ്, അതായത് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് പരിണമിച്ചുണ്ടായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതാണ് ബുദ്ധിക്കും ചിന്തയ്ക്കും അപ്പുറമുള്ള ഒരു ആത്മീയ ബോധത്തിലേക്കുള്ള വളർച്ച. നമ്മൾ മനുഷ്യർ ഇപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ്. അതെ, ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം, നമ്മുടെ ഈ ബുദ്ധിയും ചിന്താശേഷിയും ഒന്നും പരിണാമത്തിന്റെ അവസാന വാക്കല്ല, അതൊരു ഉപകരണം മാത്രമാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കടന്നുപോകാനുള്ള ഒരു പാലം. നമ്മൾ ഓരോരുത്തർക്കുള്ളിലും അതിനപ്പുറത്തേക്ക് വളരാനുള്ള ഒരു സാധ്യത ഒളിഞ്ഞുകിടപ്പുണ്ട്. ശരി, അപ്പോൾ ഈ അടുത്ത സ്റ്റേജിലേക്ക് എങ്ങനെയാണ് നമ്മൾ പോവുക? അതിനുള്ള വഴി എന്താണ്? അതിനാദ്യം നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയൊരു വില്ലനെ നമ്മൾ നേരിടണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ വില്ലന്റെ പേരാണ് അഹം, അഥവാ ഈഗോ. ഈഗോ എന്ന് കേൾക്കുമ്പോൾ വെറും ജാടയോ അഹങ്കാരമോ ആണെന്ന് കരുതരുത്. അതല്ല, ഇത് ഞാൻ വേറെ, ബാക്കിയെല്ലാം വേറെ എന്നൊരു വേർതിരിവിന്റെ ബോധമാണ്. ഒരു മതിൽ കെട്ടുന്നതുപോലെ നമ്മുടെ ഉള്ളിലെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾക്കും അസംതൃപ്തിക്കും കാരണക്കാരൻ ഈ വേർതിരിവ് ബോധമാണ്. അപ്പോ ഈ മതിലിനെ എങ്ങനെ തകർക്കും? അതിനുള്ള ഒരൊറ്റ വഴിയേ ശ്രീ അരവിന്ദൻ പറയുന്നുള്ളൂ: സമ്പൂർണ്ണ സമർപ്പണം. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും കൺട്രോൾ ഈ ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് വിട്ടുകൊടുക്കുക. നമ്മുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും എല്ലാം ഒരു വലിയ ദിവ്യശക്തിക്ക് സമർപ്പിക്കുക. ഇത് വെറുതെ മനസ്സിൽ വിചാരിച്ചാൽ പോരല്ലോ, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതിനായിട്ട് 3 പ്രധാന വഴികളുണ്ട്. നമ്മുടെ കർമ്മത്തിലൂടെ, നമ്മുടെ സ്നേഹത്തിലൂടെ, പിന്നെ നമ്മുടെ അറിവിലൂടെ. നമുക്ക് ആദ്യം കർമ്മമെടുക്കാം. നമ്മൾ ദിവസവും ചെയ്യുന്ന ജോലികൾ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് എനിക്ക് വേണ്ടി എന്ന ചിന്തയോടല്ലാതെ ഒരു സമർപ്പണമായി, ഒരു പൂജ പോലെ ചെയ്യുക. അതിന്റെ ഫലം എന്താകുമെന്ന് ടെൻഷൻ അടിക്കേണ്ട. ആ കർമ്മം ഏറ്റവും ഭംഗിയായി ചെയ്യുക എന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. ഇതേ സമർപ്പണ മനോഭാവം നമ്മുടെ സ്നേഹത്തിലും അറിവിലും കൊണ്ടുവരണം. നമ്മുടെ സ്നേഹം കുറച്ചുപേരിൽ മാത്രം ഒതുങ്ങാതെ അതിനെ വിശാലമാക്കുക. നമ്മുടെ അറിവ് എന്റെ ബുദ്ധി എന്ന് അഹങ്കരിക്കാനല്ലാതെ ഒരു വലിയ സത്യത്തെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുക. ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിനെയും ആ ഈഗോയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായി സമർപ്പിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? എന്തായിരിക്കും അതിന്റെ ഫലം? നമ്മൾ എന്തായിട്ടാണ് മാറുക? സംഭവിക്കുന്നത് ഒരു തരം ശുദ്ധീകരണമാണ്, ഒരു പെർഫെക്റ്റ് ട്യൂണിംഗ് പോലെ. നമ്മുടെ മനസ്സ്, ഹൃദയം, എനർജി, എന്തിനും നമ്മുടെ ശരീരം വരെ അതിൻ്റെ ഏറ്റവും മികച്ച അവസ്ഥയിലേക്ക് വരുന്നു. ഇവിടെയൊന്നും നശിപ്പിക്കപ്പെടുന്നില്ല കേട്ടോ.
പകരം ഒരു ദിവ്യശക്തിക്ക് പ്രവർത്തിക്കാനുള്ള ഏറ്റവും മികച്ചൊരു ഉപകരണമായി നമ്മൾ സ്വയം മാറുകയാണ് ചെയ്യുന്നത്. ശ്രീ അരവിന്ദൻ ഇതിനൊരു കിടിലൻ ഉപമ പറയുന്നുണ്ട്. പട്ടിയുടെ വാല് കണ്ടിട്ടില്ലേ? നമ്മൾ എത്ര ബലം കൊടുത്ത് നിവർത്തി പിടിച്ചാലും കൈവിട്ടാൽ അത് പഴയപടി വളയും. അതുപോലെയാണ് ഈഗോയുടെ പിടിയിലുള്ള നമ്മുടെ സ്വഭാവം. എന്നാൽ ഈ സമർപ്പണത്തിലൂടെ സംഭവിക്കുന്നത് ഒരടിമുടി മാറ്റമാണ്. അതോടെ ആ സ്വഭാവത്തിലെ വളവ് തനിയെ നിവരും. അപ്പോൾ ആത്മീയതയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഈ ശരീരത്തെയും ഈ ലോകത്തെയും ഉപേക്ഷിക്കുന്നതല്ല, നേരെ മറിച്ച് ഇതിനെ തന്നെ പൂർണ്ണതയിലേക്ക്, ഒരു ദൈവിക അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ്. സ്വർഗം എവിടെയോ മുകളിലല്ല, അതിവിടെ ഈ ഭൂമിയിൽ തന്നെയാണ് നമ്മൾ പടുത്തുയർത്തേണ്ടത്. അതാണ് യഥാർത്ഥ ആത്മീയ വിജയം. അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ വരും, അല്ലേ? ഒരുപക്ഷേ നമ്മൾ കാണുന്ന ഈ മനുഷ്യൻ പരിണാമത്തിന്റെ അവസാന വാക്കല്ലെങ്കിലോ? ബുദ്ധികൊണ്ട് ചിന്തിക്കുന്ന ഒരു ജീവിയിൽ നിന്ന് ദൈവിക ബോധമുള്ള ഒരു പുതിയ ജീവിയിലേക്കുള്ളൊരു യാത്രയുടെ പാതി വഴിയിലാണോ നമ്മളിപ്പോൾ നിൽക്കുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ.